السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى. സഹോദരങ്ങൾ, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് സഹീഹ് മുസ്ലിം. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതാണ് ഹദീസ്. ജിബ്രീലിന്റെ ഹദീസ് എന്നാണ് പണ്ഡിതന്മാർ പ്രസ്തുത ഹദീസിനെ കുറിച്ച് പറയാറ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ കടന്നു വന്നു. ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. അദ്ദേഹത്തെ ആ സദസ്സിലുള്ള ആരും മുമ്പ് കണ്ടിട്ടില്ല. ദൂരെ നിന്ന് വരുന്ന വല്ല യാത്രക്കാരനുമാണോ എന്ന് സംശയിക്കാൻ നിർവാഹവുമില്ല. യാത്രയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന് പ്രവാചകന്റെ കാൽമുട്ടിന് അടുത്ത് അദ്ദേഹം മുട്ടുവെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം. മുഹമ്മദെ, ഇസ്ലാമിനെ കുറിച്ച് നീ എനിക്ക് അറിയിച്ചു തരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, 2 ഷഹാദത്തുകളും നമസ്കാരവും സകാത്തും നോമ്പും ഹജ്ജും അടങ്ങുന്നതാണ് ഇസ്ലാം. ശേഷം അദ്ദേഹം ചോദിച്ചു, ഫഖ്ബിർനി അനിൽ ഈമാൻ. എനിക്ക് ഈമാനിനെ കുറിച്ച് അറിയിച്ചു തരിക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അതിനുശേഷവും ചോദ്യങ്ങൾ തുടർന്നു. ഇഹ്സാനിനെ കുറിച്ച്, അവസാന നാളിനെ കുറിച്ച്, അവസാന നാളിന്റെ അടയാളങ്ങളെ കുറിച്ചെല്ലാമുള്ള ചോദ്യങ്ങൾ. നമ്മുടെ വിഷയത്തിന്റെ മർമ്മം സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ചോദ്യവും അതിനുള്ള ഉത്തരത്തിലുമാണ്. ഈ സദസ്സിൽ നിന്ന് അദ്ദേഹം പിരിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബിമാരോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ആരാണ് ഇയാൾ? സഹാബിമാർ നിഷേധാർത്ഥത്തിൽ സംസാരിച്ചപ്പോൾ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നിങ്ങളെ ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നതാണ് അദ്ദേഹം. സഹാബിമാരെ പ്രവാചകന്റെ സദസ്സിൽ വെച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സകലതും, ഇസ്ലാമും ഈമാനും ഇഹ്സാനും തുടങ്ങിയ അടിസ്ഥാനപരമായ സകലതും പഠിപ്പിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചുപോയി. അതിൽ പഠിപ്പിക്കപ്പെട്ട ഈമാൻ,
ആ ഈമാൻ കാര്യങ്ങളിൽ 6 കാര്യങ്ങളാണുള്ളത്. നമ്മൾ ചൊല്ലിപ്പഠിച്ച കാര്യങ്ങൾ തന്നെ. അള്ളാഹുവിലും മലക്കുകളിലും കിതാബുകളിലും പ്രവാചകന്മാരിലും മരണാനന്തര ജീവിതത്തിലും അതേപോലെ തന്നെ ഖദറിലും വിധിയിലുമുള്ള വിശ്വാസം. വിധിവിശ്വാസം ചൊല്ലിപ്പഠിക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ ജീവനിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയമാണ്. ചോദ്യം ചോദിച്ചാൽ സങ്കീർണമായ ഉത്തരങ്ങൾ, സംശയങ്ങൾ ഉന്നയിച്ചാൽ നിഷേധാത്മകമായ മറുപടി, മനസ്സിലാക്കാൻ സാധിക്കാത്തത്രയും പ്രശ്നസങ്കീർണമാണ് ഖദറിലുള്ള വിശ്വാസമെന്ന് പലപ്പോഴും പണ്ഡിതന്മാരുടെ പതിവ് പല്ലവി. ഇതെല്ലാം കൊണ്ട് തന്നെ ഖദറിലുള്ള വിശ്വാസം നമ്മുടെ പഠനത്തിൽ നിന്ന് പലപ്പോഴും ദൂരം പാലിക്കപ്പെടുന്നു. എന്നാൽ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ചില നബി വചനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അലി റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. തിർമിദിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വഹീഹാണെന്ന് അൽബാനി തന്റെ സിൽസിലയിൽ രേഖപ്പെടുത്തിയ ഹദീസ്. 4 കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ ഒരാൾ മുഅ്മിനാവുകയില്ല. 1 അള്ളാഹുവിലുള്ള വിശ്വാസം, ഒന്ന് വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു. 2ാമത്തേത് റസൂലുള്ളാഹിയിലുള്ള വിശ്വാസം, അതും വിശദീകരിച്ചു. 3ാമത്തേത് മരണത്തിലും മരണാനന്തര ജീവിതത്തിലുമുള്ള വിശ്വാസം. 4ാമത്തേത് ഖദറിലുള്ള നമുക്ക് വന്നു ഭവിക്കുന്നതെല്ലാം പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി തിർമിദി വീണ്ടും രേഖപ്പെടുത്തി, ഖദറിൽ വിശ്വസിക്കാത്ത ഒരാളുടെ വിശ്വാസം ഒരിക്കലും പൂർണ്ണമാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയ ഹദീസ് ഒരൽപ്പം കൂടി ഗൗരവതരമായി കാര്യത്തിന്റെ അവസ്ഥ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഉഹുദ് മലയോളം സ്വർണമുണ്ടായി. ആ സ്വർണം മുഴുവനും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും നിങ്ങളിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല, നിങ്ങളുടെ ഖദറിലുള്ള വിശ്വാസം ശരിയാകുന്നത് വരെ. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ്. അപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധ്യമല്ല. ഖദർ പഠിക്കണം. അറിയാത്തിടത്ത് നിന്ന് അറിയാത്തിടത്ത് എങ്ങനെയാണ് അറിയാനുള്ള മാർഗമെന്ന് മനസ്സിലാക്കണം. അറിയേണ്ടതെല്ലാം അറിയണം, അറിയേണ്ടതല്ലാത്തത് ഒഴിവാക്കുകയും വേണം. ഖദറിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ വിഭാഗവും ഖദർ നിഷേധികൾക്ക്. എന്റെ സമുദായത്തിൽ ഒരു വിഭാഗത്തിനിടയിൽ ഭൂകമ്പങ്ങളും രൂപമാറ്റങ്ങളും സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഖദർ നിഷേധികളിലാണ് ഇതുണ്ടാവുക. അപ്പോൾ പ്രശ്നം ഗൗരവതരമാണ്. പക്ഷേ ഖദറിലുള്ള ചർച്ച വളരെ സൂക്ഷിച്ചാകേണ്ടതുണ്ട്. തർക്കത്തിന് വേണ്ടിയാകരുത്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാവുകയും വേണം.
അല്ലെങ്കിൽ അത്തരം ചർച്ചയിൽ നിന്ന് തന്നെ മാറി നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ത്വബറാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ മാറി നിൽക്കണം എന്റെ സ്വഹാബിമാരെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ. നിങ്ങൾ മാറി നിൽക്കണം ജ്യോതിഷത്തെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ. നിങ്ങൾ മാറി നിൽക്കണം ഖദറിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ. ഈ സംസാരങ്ങളെല്ലാം കേവല വർത്തമാനങ്ങളാണ്. സഹാബിമാരെ കുറിച്ച് വെറുതെ വർത്തമാനം പറയുക. ഇന്നാള് മോശമായിരുന്നു, ഇന്നാള് ശരിയല്ല, അയാൾക്ക് വാർദ്ധക്യത്തിൽ അത് പറ്റി, അയാൾക്ക് തകരാറ് പറ്റി, അയാള് പലർക്കും വേണ്ടിയും അഴിമതി നടത്തി. ഇത് നമ്മൾ ഇപ്പോഴും ആവർത്തിച്ച് കേൾക്കപ്പെടുന്ന വൃത്തികെട്ട സംസാരങ്ങൾ. വിഷയം അതല്ലല്ലോ. ജ്യോതിഷം പറയുന്നിടത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ജ്യോതിഷത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മനസ്സൊരിക്കലും അങ്ങോട്ട് തിരിഞ്ഞു പോകാതിരിക്കാൻ മാറി നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറിനെ കുറിച്ചും അതിനെക്കുറിച്ച് തർക്കങ്ങളിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രമാണബദ്ധമല്ലാതെ സംസാരിക്കുന്ന, കേവലമായ ആളുടെ വാഗ്വൈഭവവും യുക്തിവൈഭവവും പ്രകടിപ്പിക്കുവാനും തർക്കശാസ്ത്രപരമായി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്ന് ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ ഞങ്ങളിൽ ചിലർ ഖദറിനെ കുറിച്ച് തർക്കിക്കുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. റുമാൻ പഴത്തിന്റെ കുരു നെക്കി പിഴിഞ്ഞതുപോലെ ആ രൂപത്തിൽ പ്രവാചകന്റെ മുഖമാകെ വിവർണമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ഇതിനു വേണ്ടിയാണോ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത്? മുൻപുള്ള സമുദായങ്ങൾ മുഴുവനും നശിച്ചു പോയത് ഖദറിൽ സംശയിച്ചത് കൊണ്ടാണ്, തർക്കിച്ചത് കൊണ്ടാണ്. വിശ്വാസം വേണ്ട, തർക്കം വേണ്ടാത്ത മേഖല എന്നർത്ഥം. എവിടെയാണ് വിശ്വാസം വേണ്ടി വരികയും തർക്കം വേണ്ടാതാവുകയും ചെയ്യുക? അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ വിവരങ്ങൾ ഉള്ളിടത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആമുഖ ഭാഷണങ്ങളിൽ നമ്മൾ കേട്ടത്. ഇത് വളരെ ഗൗരവതരമായി പഠിക്കേണ്ട, ശ്രദ്ധിച്ച് മനനം ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് പ്രഭാഷണത്തിന്റെ തലത്തിൽ നിന്ന് പോയി കേവലമായ ഒരു ക്ലാസിന്റെ തലത്തിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും. എന്താണ് ഖദർ? എന്താണ് ഖദർ? വളരെ സരളമാണ് കാര്യം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണതകൾ ഏറെയൊന്നുമില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെ. ഖള എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഖുർആനിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഖദർ എന്ന് പറഞ്ഞ പദവും പല അർത്ഥങ്ങളിലും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പൊതുവായി തീരുമാനം എന്ന അർത്ഥത്തിൽ ഖളാഉം വിധി എന്നുള്ള അർത്ഥത്തിൽ ഖദറും നമ്മൾ വ്യവഹരിച്ചു പോയി. പരിശുദ്ധ ഖുർആനിലെ 87-ാമത്തെ അധ്യായം സൂറത്തുൽ അഅലായുടെ ആദ്യത്തെ 3 വചനങ്ങൾ ഈ വിഷയകമായ അടിസ്ഥാനപരമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നു. സബ്ബി ഇസ്മി റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. പ്രകീർത്തിക്കണം അത്യുന്നതനായ രക്ഷിതാവിനെ,
അത്യുന്നതനായ രക്ഷിതാവിൽ നിന്ന് തുടങ്ങുന്നതാണ് എല്ലാം. അവന്റെ ഒലുവ് നമുക്ക് മനസ്സിലാക്കുന്നതിനപ്പുറത്താണ്. അവന്റെ ഔന്നത്യം, അവൻ എല്ലാ ഭൗതിക പദാർത്ഥങ്ങൾക്കും ഉന്നതനാണ്. അവൻ പ്രപഞ്ചത്തിനു നിന്നും ഉന്നതനാണ്. സർവലോക രക്ഷിതാവായ തമ്പുരാൻ അത്യുന്നതനാണ്, നമ്മുടെ എല്ലാ ചിന്തകൾക്കും അപ്പുറത്തുള്ളവൻ. അങ്ങനെയുള്ളവൻ സൃഷ്ടിച്ചു, സംവിധാനിച്ചു, വ്യവസ്ഥ നിർണയിച്ചു. പിന്നീട് അവൻ മാർഗദർശനം ചെയ്യുകയും ചെയ്തു. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. 4 പടച്ചവന്റെ പ്രവർത്തനങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് സൃഷ്ടിയാണ്, രണ്ടാമത്തേത് സംവിധാനമാണ്, മൂന്നാമത്തേത് വ്യവസ്ഥ നിർണയിക്കലാണ് ഖദ്റ, നാലാമത്തേത് മാർഗദർശനമാണ്. സൃഷ്ടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആധുനികമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞാൽ 2000 കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവമാണ്. 2000 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടി നടന്നു. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം. അതിനെക്കുറിച്ച് വീക്ഷണങ്ങളും വൈജാത്യങ്ങളും എല്ലാം ഉണ്ട്. അതല്ല നമ്മുടെ വിഷയം. അങ്ങനെ സൃഷ്ടി ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആകാശഭൂമികളെല്ലാം ഒരുമിച്ച് ചേർന്ന, നമുക്ക് അളക്കാനോ കണക്കാക്കുവാനോ സാധ്യമല്ലാതിരുന്ന, ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നാം കോസ്മിക് എഗ് എന്നോ പ്രൈമോഡിയൽ ന്യൂക്ലിയസ് എന്നോ എല്ലാം വിളിക്കുന്ന ഒരാദിമ പിണ്ഡ ഭ്രൂണാവസ്ഥയിൽ നിലനിന്നിരുന്ന സമയത്തിൽ നിന്ന് ഈ വസ്തുക്കളെല്ലാം വേർപെടുവാൻ ആരംഭിച്ചത് മുതൽ സൃഷ്ടി തുടങ്ങി എന്നാണ് ശാസ്ത്രം നമ്മോട് പറയുക. ഈ സൃഷ്ടി പടച്ച തമ്പുരാൻ സൃഷ്ടിയുടെ നാഥനാണ്. അത് 2000 കോടി വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇന്നാണെങ്കിലും എന്നാണെങ്കിലും. അതേപോലെ തന്നെ ഈ സൃഷ്ടി പ്രപഞ്ചത്തിൽ മുഴുവനും നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ അറിഞ്ഞിടത്തോളമുള്ള പ്രപഞ്ചമാസകലം കൃത്യമായ വ്യവസ്ഥക്ക് വിധേയമായിട്ടാണ് നിലനിൽക്കുന്നത്. ആ സംവിധാനങ്ങളിലൊന്നും എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളതായി നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സംവിധാനം അതങ്ങനെയാകേണ്ടിയിരുന്നില്ല എന്ന് വസ്തുനിഷ്ഠമായി പറയാൻ സാധ്യമല്ലാത്തത്രയും സൂക്ഷ്മവും കൃത്യവും യാതൊരു തകരാറുമില്ലാത്തതുമായ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചം. അതിലെ ഓരോന്നിനും ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ നിന്ന് ആർക്കും മാറാൻ സാധ്യമല്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറിൽ ഒരിക്കൽ അതൊരു ഭ്രമണം പൂർത്തിയാക്കും. ആ ഭ്രമണമുള്ളത് കൊണ്ടാണ് രാപ്പകലുകൾ നമ്മൾക്ക് അനുഭവിക്കുന്നത്. ഈ വ്യവസ്ഥ നിർണയിച്ചത്, ഈ വ്യവസ്ഥയാണ് ഭൂമിയിലെ സസ്യലതാദികളുടെ, ഫലമൂലാദികളുടെ, ജന്തുജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പിന് ആധാരം. ഈ വ്യവസ്ഥ ഭൂമിയുടെ ഖദറാണ്, കൃത്യമായി ഭൂമിയുടെ അവയുടെ വിധിയാണ്, പടച്ച തമ്പുരാന്റെ രേഖയാണ്. അതിൽ നിന്ന് തെന്നി നാറാൻ ഭൂമിക്ക് സാധ്യമല്ല. അത് അത് വ്യവസ്ഥയാണ്. ഇതേപോലെ തന്നെ ഭൂമി സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കണക്കുണ്ട്, കൃത്യതയുണ്ട്. ഈ ഭൂമിയും സൂര്യനുമെല്ലാം അടങ്ങുന്ന സൗരയൂഥം അത് മൊത്തത്തിൽ
നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി, അതിലെ 1000 കോടി നക്ഷത്രങ്ങളിൽ ഒന്നായ സൂര്യൻ, നമ്മുടെ ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും ഇത് ഈ മിൽക്കി വേയുടെ കേന്ദ്രത്തിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ ഒരു ചുറ്റു പൂർത്തിയാക്കാൻ 25 കോടി വർഷമെടുക്കും അത്ര. ഇതൊരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ നമ്മൾ കണ്ടുപിടിച്ചതല്ല, നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ വ്യവസ്ഥ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ ഗോളശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, മതവും വേദഗ്രന്ഥവുമെല്ലാം എടുത്തു വെച്ചാലും ഗോളശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ ഒന്നാമത്തെ സെക്കൻഡിന്റെ 1 കോടിയിൽ അംശമുണ്ടല്ലോ തുടങ്ങുന്ന അന്ന്, അഥവാ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മഹാവിസ്ഫോടനം നടന്ന ആ 1 സെക്കൻഡിന്റെ കോടിയിൽ 1 അംശത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത്, നടക്കുന്നത്, ഏത് കാലഘട്ടത്തിലും നടക്കുക എന്ന് കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിർണയപ്രകാരമാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ആ നിർണയം ചെയ്തതാര്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, അഅലയാണ്, അത്യുന്നതനായ തമ്പുരാനാണ്. ആ അത്യുന്നതനായ തമ്പുരാനാണ് സൃഷ്ടിച്ചതെങ്കിൽ, സംവിധാനിച്ചതെങ്കിൽ, അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം ഖദർ, ഇതിന്റെ എല്ലാം വ്യവസ്ഥ നിർണയിച്ചിട്ടുള്ളത്. ആ വ്യവസ്ഥ നിർണയിച്ചതോടൊപ്പം തന്നെ ഇവക്കാവശ്യമായ മാർഗദർശനവും അവൻ നൽകിയിട്ടുണ്ട്. ഓരോന്നും ഏതൊക്കെ വഴിയിൽ എങ്ങനെയൊക്കെ പോകണമെന്ന് കൃത്യമാണ് ആ മാർഗദർശനം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എല്ലാം കൃത്യമായ അവക്ക് നിർണയിക്കപ്പെട്ട വ്യക്തമായ ഭ്രമണപഥത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആൻ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 40-ാമത്തെ വചനമാണ്. എല്ലാം ഒരു കൃത്യമായ ഭ്രമണപഥത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജുമു വശജറു യസ്ജുദാൻ. 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാനിലെ 5ഉം 6ഉം വചനങ്ങൾ. സൂര്യനും ചന്ദ്രനുമെല്ലാം കൃത്യമായൊരു കണക്കനുസരിച്ചാണ്. നക്ഷത്രങ്ങളും ഭൂമിയിലെ സസ്യലതാദികളുമെല്ലാം വൃക്ഷങ്ങളുമെല്ലാം പടച്ചവന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവ സുജൂദ് ചെയ്യുക സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾക്ക് പൂർണ്ണമായി വഴിപ്പെടുന്നതാണ് സുജൂദ്. അപ്പോൾ അവക്ക് നൽകിയ മാർഗദർശനത്തിലൂടെ അവയെല്ലാം മുന്നോട്ട് പോകുന്നു. എല്ലാം, സൂര്യന്, ചന്ദ്രന്, ഭൂമിക്ക് ഒന്നിനും ഈ മാർഗദർശനത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ, ഭൂമിയിൽ മാത്രമാണ് അറിഞ്ഞിടത്തോളം ജീവജാലങ്ങൾ. ഈ ജീവജാലങ്ങൾ അവക്കും ഇതേപോലെയുള്ള മാർഗദർശനമുണ്ട്. സൂര്യന് നൽകിയതുപോലെ, ചന്ദ്രന് നൽകിയതുപോലെയുള്ള മാർഗദർശനം അവക്ക് ഇതേപോലെയുള്ള വ്യവസ്ഥയുണ്ട്. ജീവികളെയെല്ലാം സൃഷ്ടിച്ചത്, അവയുടെ സംവിധാനം, അവക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട കൃത്യമായ ഖദർ, അതോടൊപ്പം തന്നെ അവക്ക് നൽകിയ വ്യക്തമായ ഹുദ, മാർഗദർശനം, ഇതെല്ലാം നമുക്ക് ജൈവലോകത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ഒരു ചെറിയ പ്രാണിയാണ് തേനീച്ച. ആ തേനീച്ചയുടെ സൃഷ്ടിയിൽ, ആ സൃഷ്ടിയുടെ ഓരോന്നും എടുത്തു നോക്കിയാൽ അത്ഭുതമാണ്. അതിനെ കൂട്ടിലിങ്ങനെ പോയി നോക്കിയാൽ, തേനീച്ചക്കൂട്ടിൽ നമ്മൾ പരിശോധിച്ചാൽ അതിലെ സംവിധാനങ്ങൾ അതിനേക്കാൾ അത്ഭുതകരമാണ്. ആ തേനീച്ചക്ക് ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ.
തേനീച്ച, ഒരേ തേനീച്ച തന്നെ, റാണി തേനീച്ച തന്നെ മുട്ടയിട്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ മടിയന്മാരുണ്ടാകും, ജോലിക്കാരുണ്ടാകും, റാണിയും ഉണ്ടാകും. ഈ റാണിക്ക് റാണിയാണ് നീ എന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ജോലിക്കാരിക്ക് ജോലിക്കാരിയാണ് നീ എന്നും, അതേപോലെ തന്നെ മടിയനാണ് നീ എന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതെല്ലാം പേര് നമ്മളിട്ടതാണ്. അവക്കുള്ള എന്താണോ അവ ചെയ്യേണ്ടത് അത് അവക്കറിയാം. അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമ്മളൊരു പ്രാണിശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ അയാൾ പറയും അതെല്ലാം ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ട് ജനിച്ചു കഴിഞ്ഞാൽ, ഇതിലെ പ്യൂപ്പാദശ കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ, റാണിത്തേനീച്ചയാണെങ്കിൽ ആ റാണിത്തേനീച്ച പറക്കാൻ തുടങ്ങും. ഒപ്പം തന്നെ കുറെ മടിയന്മാരും കുറെ ജോലിക്കാരും അവളോടൊപ്പം പറക്കും. ഒരു കൂട്ടിൽ 2 റാണിക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്ത് പോയി കൂട് കെട്ടാൻ തുടങ്ങും. ആ സ്ഥലത്ത് പോയാൽ റാണി അവിടെ നിൽക്കും. ചുറ്റും കൂടി മടിയന്മാരും ഉണ്ടാകും. കൂടുണ്ടാക്കണ പണി തുടങ്ങുകയായി പണിക്കാർ. അതിന് മെഴുകുണ്ടാക്കണം, അതിനാവശ്യമായ സാധനം കൊണ്ടുവരണം. ഇതെല്ലാം ആരിതെല്ലാം ചെയ്യണം, ഓരോന്നും ആരൊക്കെ ചെയ്യണം, എല്ലാം രേഖയാണ്. ആരും പഠിപ്പിച്ചിട്ടില്ല. ആ രേഖപ്രകാരം പോകുന്നു, പണിയെടുക്കുന്നു. തേന് വേണം. ആദ്യം തേൻ തിരയാനൊരു കൂട്ടരെ അങ്ങോട്ട് പോകും. ആ തേൻ തിരയാൻ പോകുന്ന കൂട്ടരെ കൃത്യമായ ആരൊക്കെയാണ് എന്ന് അവക്കറിയാം. അവ തെരഞ്ഞു പോയി തിരിച്ചു വരും. തിരിച്ചു വന്നാൽ പിന്നെ ഒരു നൃത്തമാണ്. നമ്മളാണ് അതിന് നൃത്തം എന്ന് പേരിട്ടത്. അവക്ക് എന്താണെന്ന് അറിയില്ല. അത് 8ന്റെ ആകൃതിയിൽ നൃത്തമിടുന്നു. അതിന് നമ്മൾ വാഗൺ ഡാൻസ് എന്ന പേര് വിളിച്ചു. ബാക്കിയുള്ള ജോലിക്കാരായ തേനീച്ചകൾ ഇത് നോക്കി നിൽക്കുന്നു. ആ നോക്കി നിന്നിട്ട് അവ മനസ്സിലാക്കുന്നു ഇതിൽ നിന്ന് എത്ര ദൂരത്താണ് സൂര്യന്റെ ഏത് ദിശയിൽ പോയാലാണ് തേന് ലഭിക്കുക എന്ന് കൃത്യമായി ഇവ മനസ്സിലാവും. കൃത്യമായി. എന്നിട്ട് ഏതൊരു പൂവിൽ നിന്നാണോ ഈ ഡാൻസ് കളിച്ച തേനീച്ച തേൻ ശേഖരിച്ച്, തേന്റെ സാമ്പിൾ ശേഖരിച്ച് ഇവയോട് ഡാൻസ് കളിച്ച് എവിടെയാണ് അത് എന്ന് പറഞ്ഞത്, അതേ സ്ഥലത്തേക്ക് കൃത്യമായി ബാക്കി ആ ഡാൻസ് കണ്ട തേനീച്ച കൂട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മാർഗദർശനമാണ്. എങ്ങോട്ട് പോകണമെന്നുള്ള കൃത്യമായ മാർഗദർശനം. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. ആ ഹിദായത്ത് എല്ലാ സൃഷ്ടിയിലുമുള്ളതാണ്. ഖദറിനോടൊപ്പം തന്നെ ഹിദായത്ത്, രേഖയുണ്ട്. ആ രേഖയോടൊപ്പം തന്നെ ആവശ്യമായ കൃത്യമായ മാർഗദർശനം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചല്ലോ, ആരാണ് നിന്റെ റബ്ബ്? അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി ഫറോവയുടെ മുന്നിൽ പോയി റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ വമൻ റബ്ബുകുമാ യാ മൂസ, മൂസ നിന്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ പറയുന്ന അവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്ന മറുപടി, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു ഫമഹദ. ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു താഹയിൽ 50-ാമത്തെ വചനമാണ്. ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികൾക്കും അവയുടെ പ്രകൃതം നൽകുകയും അവക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ്. ഹിദായത്ത് ഇത് ഖദറിനോടൊപ്പമുള്ളതാണ്. അഥവാ വ്യവസ്ഥയോടൊപ്പം തന്നെ ആ വ്യവസ്ഥക്കനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് വ്യവസ്ഥ നിർണയിച്ചു. ആ വ്യവസ്ഥ പ്രകാരം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. ഭൂമിയിലെ ജീവജാലങ്ങളിൽ സവിശേഷമായ അസ്തിത്വമുള്ള ജീവിയാണ് മനുഷ്യൻ. ഇസ്ലാം മനുഷ്യനെ ഒറാങ്ങൊട്ടാങ്ങിൽ നിന്നോ ചിമ്പാൻസിയിൽ നിന്നോ ആൾക്കുരങ്ങിൽ നിന്നോ
ആകൃതി വ്യത്യാസം വന്ന് ഉണ്ടായ ഒരു ജീവിയായി കാണുന്നില്ല. ഇസ്ലാം മനുഷ്യനെ കാണുന്നത് ഒരു സവിശേഷമായ സൃഷ്ടിയായിക്കൊണ്ട്. പടച്ചവൻ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചപ്പോൾ മലക്കുകളോട് പറഞ്ഞത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനം. ഞാനിതാ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ പറഞ്ഞയക്കും. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെ എന്തിനയക്കണം? അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുവാൻ പോകുന്ന ഒരു ജീവവർഗം, മനുഷ്യനെ കുറിച്ച മുന്നറിയിപ്പ്. ഖലീഫ എന്ന പദം അത് വേറെ പരിശോധിക്കപ്പെടേണ്ടതാണ്, വിഷയം അതല്ല. ഇവിടെ മനുഷ്യൻ എന്ന ജീവിയുടെ 2 സാധ്യതകളെയും പരിശുദ്ധ ഖുർആൻ അവരുടെ ജനനത്തിന് മുൻപ് തന്നെ, അവരെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ പഠിപ്പിക്കുന്നു. മനുഷ്യന് സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിനുള്ള അവകാശമുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. പടച്ചോന്റെ സൃഷ്ടിയിൽ തന്നെയുള്ള 2 വ്യത്യസ്തങ്ങളാണ്. അതെന്താണ്? മനുഷ്യനെ ഏറ്റവും ഉന്നതമായ ഘടനയിൽ സൃഷ്ടിച്ചു, ശേഷം അവനെ അധമരിൽ അധമരാക്കി. മനുഷ്യ സൃഷ്ടിയുടെ മാത്രം സവിശേഷത ഔന്നത്യത്തിലേക്ക് പോകുവാനും അധമത്വത്തിലേക്ക് പോകുവാനും സാധിക്കും മനുഷ്യന്. അതെന്തുകൊണ്ടാണ്? അവന് സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ടാണ്. എവിടെയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം? ഈ ഹിദായത്തിലാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം. നേരത്തെ പറഞ്ഞ ജീവികൾക്കെല്ലാം രേഖപ്പെടുത്തിയ ഖദർ, ആ ഖദറിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനും രേഖപ്പെടുത്തപ്പെട്ട ഖദർ, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവികൾക്കെല്ലാം ഖദറിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന മാർഗദർശനം അവയുടെ സ്വാഭാവിക ഘടനയിൽ തന്നെ നൽകിയപ്പോ മനുഷ്യന് ആ മാർഗദർശനം സ്വാഭാവിക ഘടനയിൽ നൽകിയില്ല. പിന്നെ എങ്ങനെയാണ് നൽകിയത്? അത് അവന് സ്വതന്ത്രമായി സ്വീകരിക്കുവാൻ പറ്റുന്ന രൂപത്തിലാണ്. അത് സ്വതന്ത്രമായി മനുഷ്യന് സ്വീകരിക്കാം, തിരസ്കരിക്കാം. ജീവികൾക്കൊന്നും സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും സാധ്യമല്ല. അതാണ് മനുഷ്യന്റെ സവിശേഷത. പരിശുദ്ധ ഖുർആൻ ഈ സവിശേഷതകൾ അതിസുന്ദരമായി വരച്ചു കാണിക്കുന്നുണ്ട്. ഖുർആനിലെ 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 2-3 വചനങ്ങൾ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യനെ കൂടിച്ചേർന്നുണ്ടായ ഒരു ഭ്രൂണത്തിൽ നിന്ന്, ഒരു ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് എന്തിനാ? അവനെ പരീക്ഷിക്കുവാൻ. എന്നിട്ട് അവന് കേൾവിയും കാഴ്ചയും നൽകിയിരിക്കുന്നു. ഈ കേൾവിയും കാഴ്ചയുമെല്ലാം ജീവികൾക്കുള്ളത് പോലെ തന്നെ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അവന് സബീൽ കാണിച്ചു കൊടുത്തിരിക്കുന്നു, മാർഗം, കൃത്യമായ മാർഗദർശനം നൽകിയിരിക്കുന്നു. അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ആ വഴിയിൽ അവന് മാത്രമുള്ളൊരു സവിശേഷത ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അവന് വേണമെങ്കിൽ നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം. വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ആ വഴിയിലൂടെ അവന് നേർക്ക് നേരെ നടക്കാം,
അതല്ലെങ്കിൽ ആ വഴിയിൽ നിന്ന് വിട്ട് അവനിഷ്ടമുള്ളതുപോലെ നടക്കാം. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഖുർആനിലെ 90-ാമത്തെ അധ്യായം സൂറത്തുൽ ബലദിലെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പടച്ചോടത്ത് പറയാം. ആ അനുഗ്രഹങ്ങളെല്ലാം എന്താ മറ്റെല്ലാ ജീവികൾക്കും കൊടുത്തത് അല്ലെ? ചുണ്ടുകൾ നൽകി, നാവ് നൽകി, ഇതെല്ലാം അനുഗ്രഹങ്ങൾ. പക്ഷെ ഒപ്പം തന്നെ വഹദൈനാഹു നജ്ദൈൻ, 2 തെളിഞ്ഞ മാർഗങ്ങളും കാണിച്ചു. ആ മാർഗങ്ങൾ തെളിഞ്ഞതാണ്. ആ മാർഗങ്ങളിൽ ഏത് സ്വീകരിക്കുവാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം നൽകിയതാരാണ്? പടച്ചവന്റെ ഖദറിന്റെ ഭാഗം തന്നെയാണ്. പടച്ചവന്റെ കൃത്യമായ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് ആ സ്വാതന്ത്ര്യം. ആ വ്യവസ്ഥ എപ്പോൾ രൂപപ്പെട്ടതാണ്? ആ വ്യവസ്ഥ രൂപപ്പെട്ടത് സൃഷ്ടിയോടനുബന്ധിച്ചാണ്, അല്ലെങ്കിൽ സൃഷ്ടിക്ക് മുൻപ് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം, പ്രപഞ്ചത്തിൽ ഏകദേശം 10,000 കോടിയോളം ഗാലക്സികൾ ഉണ്ട് എന്നും ഓരോ ഗാലക്സിയിലും 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട് എന്നുപാട് നമ്മുടെ ജ്യോതിശാസ്ത്ര കണക്ക്. ഇങ്ങനെയുള്ള ഭീമാകാരമായ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ ഓരോ തരിയും എങ്ങനെയാകണമെന്ന് തീരുമാനിക്കപ്പെട്ടത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുൻപാണ് എന്ന്, അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആദ്യ നിമിഷത്തിലാണ് എന്ന് ശാസ്ത്രം സിദ്ധാന്തിക്കുന്നത് യാതൊരു തരത്തിലും ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ, ഈ മഹാപ്രപഞ്ചത്തിലെ ചെറിയൊരു ഗോളമായ ഭൂമിയും ഭൂമിയിലെ ജീവജാലങ്ങളും ആ ജീവജാലങ്ങളുടെ നിലനിൽപ്പും, ആ ജീവജാലങ്ങളിൽ സവിശേഷമായ മനുഷ്യന്റെ നിലനിൽപ്പും, മനുഷ്യൻ ഇവിടെയുള്ള മനുഷ്യന്റെ ഭാഗധേയവുമെല്ലാം അത് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതുവാൻ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു ന്യായവുമില്ല. എങ്കിൽ ഈ ഭൂമി മാത്രം പ്രപഞ്ചത്തിന് പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ വേണ്ടി വരാം. അങ്ങനെ ഒരു ന്യായവുമില്ല. പിന്നെ എന്താണുള്ളത്? യഥാർത്ഥത്തിൽ ആ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് മനുഷ്യനും. മനുഷ്യന്റെ ഭാഗധേയവും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ കാര്യങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ സൃഷ്ടിയുടെ മുമ്പേ അറിയുന്നതാണ്. അവന്റെ കൃത്യമായ വ്യവസ്ഥക്ക് വിധേയമാണ്. ആ വ്യവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിൽ ആകസകലവും നടക്കുന്നത്, ഈ ഭൂമിയിലും നടക്കുന്നത്, മനുഷ്യലോകത്തും നടക്കുന്നത്. ഇതാണ് ഇസ്ലാമിലെ വിധിവിശ്വാസത്തിന്റെ അടിത്തറ. പിന്നെ എന്താണ് ഇതിന്റെ സങ്കീർണതയും പ്രശ്നവും? എന്തുകൊണ്ടാണ് ഇതിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത്? അതിന് കാരണം 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, അള്ളാഹുവിനെ കുറിച്ച കൃത്യമായ അറിവില്ലായ്മ, അല്ലെങ്കിൽ അള്ളാഹുവിനെ നാം നമ്മുടെ തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരിശോധിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചത്. ഇതാണ് ഈ രംഗത്തെ സകല കുഴപ്പങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണമായി ഭവിച്ചത്. അള്ളാഹു ആരാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു അവനെ യാതൊന്നുമായും താരതമ്യം ചെയ്യാൻ സാധ്യമല്ലാത്ത അസ്തിത്വമുള്ളവനാണ്. ഇതാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ അവസാനത്തെ വചനത്തിൽ, 4-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കണം. യാതൊന്നുമായും സാദൃശ്യപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ഉള്ളവനാണ് അവൻ. അവന് തുല്യമായി ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി ശൈഅൻ. ഖുർആനിലെ 42-ാമത്തെ അധ്യായം സൂറത്ത് ശൂറായിലെ 11-ാമത്തെ വചനം.
അവനെപ്പോലെ യാതൊന്നുമില്ല. അങ്ങനെയുള്ള അവന്റെ അറിവിനെയും കഴിവിനെയും മനുഷ്യന്റെ അറിവുമായി താരതമ്യം ചെയ്യുകയും മനുഷ്യന്റെ അറിവിന് സമാനമാണ് പടച്ചവന്റെ അറിവ് എന്ന് കരുതി വെക്കുകയും ചെയ്തിടത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ വിധിവിശ്വാസത്തെക്കുറിച്ചുള്ള അബദ്ധധാരണകളും വഴി പിഴക്കലുകളുമെല്ലാം ആരംഭിക്കുന്നത്. രണ്ടാമതായി മനുഷ്യനെ കുറിച്ച അഹങ്കാരം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഉ ഇസ്തഗ്ന എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഖുർആനിലെ 96-ാമത്തെ അധ്യായം സൂറത്തുൽ അലഖിലെ 5ഉം 6ഉം വചനങ്ങളിലൂടെ 6ഉം 7ഉം വചനങ്ങൾ. മനുഷ്യൻ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ അവൻ ധിക്കാരിയായി തീർന്നിരിക്കും. അവനെ എനിക്ക് കഴിയുമെന്ന് തോന്നിയപ്പോ അവൻ ധിക്കാരിയാവുകയാണ്. അവന്റെ കഴിവ് എന്താണ്? അവന്റെ വിവരത്തെക്കുറിച്ച് അവന് വമ്പിച്ച ബോധം. ചിലരിപ്പോഴും പറഞ്ഞു കളയാറുണ്ടല്ലോ, എന്റെ വിവരത്തിന് എന്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് ഈ ആയത്ത് പറ്റൂല, ഈ ഹദീസ് പറ്റൂല. ഇത് സംഭവിച്ചതാണ് സത്യത്തിൽ ഖദറിന്റെ വിഷയത്തിൽ ആദിമ കാലഘട്ടത്തിലുമുള്ള കുഴപ്പങ്ങൾക്ക് കാരണം. അതാണ് മുഅ്തസിലികൾ ഖദറിനെ നിഷേധിച്ചവരായി തീർന്നത്. നമ്മുടെ ബുദ്ധി, അതിന്റെ പരിമിതി ഇന്ന് ശാസ്ത്രലോകത്തിനറിയാം. പക്ഷേ പലപ്പോഴും ശാസ്ത്രത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർ അത് അംഗീകരിക്കാറില്ല. നമ്മുടെ ബുദ്ധിക്ക് ചില പരിമിതികളുണ്ട്, അടിസ്ഥാനപരമായ പരിമിതികൾ. ആ പരിമിതികൾ മനസ്സിലാക്കാതെ നമ്മുടെ ബുദ്ധി തന്നെയാണ് ഏറ്റവും ഉന്നതം എന്ന് കരുതിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പടച്ചതമ്പുരാന്റെ വചനങ്ങളും പടച്ചതമ്പുരാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ പ്രവാചക വചനങ്ങളും അതേപോലെ നമ്മുടെ ബുദ്ധി കൊണ്ട് സംശ്ലേഷണം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച അബദ്ധം. ഇത് രണ്ടുമാണ് ഖദറിന്റെ വിഷയത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുടെ മുഴുവനും കാരണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയത്, ഖദറിനെ കുറിച്ച് നിങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് വിട്ട് തർക്കിക്കുന്ന അവസ്ഥ വന്നാൽ അപകടമാണ്. കാരണം തർക്കമുണ്ടാകേണ്ടത് നമ്മുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തർക്കമുണ്ടാകേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ആകാശത്തിലേക്ക് നോക്കി രണ്ടുപേർ തർക്കിക്കുകയാണെന്ന് വിചാരിക്കുക. ആകാശത്തുള്ളത് 8500 നക്ഷത്രങ്ങളാണെന്ന് ഒരാളും 9000 നക്ഷത്രങ്ങളാണെന്ന് വേറൊരാൾ തർക്കിക്കുകയാണ്. എവിടെങ്കിലും എത്തുമോ തർക്കം? എന്തുകൊണ്ടെന്നാൽ എണ്ണാൻ ഒരു നല്ല നക്ഷത്രമുള്ള രാത്രിയിൽ കേവലമായ നഗ്നനേത്രം കൊണ്ട് സാധ്യമല്ലാത്തൊരു കാര്യത്തിൽ തർക്കിക്കുന്നു. ഞാൻ ചെറിയൊരു ഉദാഹരണമാണ്. അവിടെ നമ്മുടെ ചിന്തക്കും നമ്മുടെ ബുദ്ധിക്കും കടന്നു ചെല്ലാൻ സാധ്യമല്ലാത്ത ചില മേഖലകൾ ഖദറുമായി ബന്ധപ്പെട്ടതുണ്ട്. നമ്മൾ അവിടേക്ക് വരുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ ഈ കാര്യം കൈകാര്യം ചെയ്തതാണ് ഖദർ വിഷയത്തിൽ രണ്ട് തീവ്ര നിലപാടുകാരുടെയും അപജയങ്ങൾക്ക് കാരണം. തീവ്ര നിലപാട് ഒന്നെടുത്തത് ജബരിയാക്കളാണ്, മറ്റൊന്നെടുത്തത് ഖദരിയാക്കൾ അല്ലെങ്കിൽ മുഅ്തസിലുകളാണ്. ഇതിന് രണ്ടിനും കാരണമായി ഭവിച്ചത് അതാണ്. ഖദറിലുള്ള വിശ്വാസത്തെ പണ്ഡിതന്മാർ 4 കാര്യങ്ങളായി ശാഖീകരിച്ചു. 4 കാര്യങ്ങളിൽ കൃത്യമായി ബോധമുണ്ടായാൽ ഖദറിലുള്ള വിശ്വാസം ഏകദേശം പൂർണ്ണമായി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഇൽമ്, അൽ കിതാബത്ത്, അൽ മശീഅത്ത്, അൽ ഖൽഖ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയാറ്. ഒന്നാമത്തേത് വിജ്ഞാനമാണ്, ഇൽമ്. അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് അറിയുക. അള്ളാഹുവിന്റെ ഇൽമ് എന്ത് എന്ന്, ആ ഇൽമിന്റെ സവിശേഷത മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ഇൽമിനെ നമുക്ക് അളക്കാൻ കഴിയുക എന്നല്ല. അള്ളാഹുവിന്റെ അറിവ്,
അത് സൃഷ്ടികളിൽ പൂർണ്ണമാണ്. സൃഷ്ടികളിൽ പടച്ചവന്റെ അറിവ് എന്നത് ഒരു തലത്തിലും വേറിട്ട് പോകാത്ത രൂപത്തിൽ സമ്പൂർണമാണ്. സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ പൂർണ്ണം. മനുഷ്യ സൃഷ്ടികളായതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയണം. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. പരിശുദ്ധ ഖുർആനിൽ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 14-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുകയാണ്. സൃഷ്ടിച്ചവൻ അറിയൂല എന്നാണ്. അവൻ സൂക്ഷ്മജ്ഞാനിയും അഗാധജ്ഞാനിയുമാണ്. ലത്തീഫും ഖബീറുമാണ് അവൻ. അറിവിന്റെ വിഷയത്തിൽ പൂർണ്ണത. ആ പൂർണ്ണതയിൽ എന്തൊക്കെ പെടും? പൂർണ്ണതയിൽ അള്ളാഹുവിന്റെ അറിവ് എന്നത് നമ്മുടെ അറിവ് കൊണ്ട് അപഗ്രഥിക്കുവാൻ സാധ്യമല്ലാത്തതാണ്. നമ്മുടെ അറിവ് കൊണ്ട് അള്ളാഹുവിന്റെ അറിവിനെ അപഗ്രഥിക്കുക സാധ്യമല്ല. അതിന്റെ കാരണം എന്താണ്? അത് നമ്മുടെ പരിമിതിയാണ്. നാം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഈ പ്രപഞ്ചം കാലനിബദ്ധമാണ്. അഥവാ ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യൂയത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയും. സ്ഥലകാല നൈരന്തര്യത്തിൽ സ്ഥലവും കാലവും പരസ്പരം ഇടപിരിക്കപ്പെട്ട രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. നാം കാലനിബദ്ധമാണ്. അഥവാ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ അറിവും നമ്മുടെ എല്ലാം ഏതൊക്കെ ഭൗതിക വസ്തുക്കൾ നമ്മളിലുണ്ടോ, അതിന്റെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടോ, അതെല്ലാം കാലത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്. നമ്മുടെ അറിവും അങ്ങനെ തന്നെ. നമ്മുടെ അറിവിന് ഇന്നലെ, ഇന്ന്, നാളെ എന്ന 3 തലങ്ങളുണ്ട്. നമ്മൾ പറയും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവുമുണ്ട്. ഈ 3 കാലങ്ങളിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അറിവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നമ്മുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെയുള്ള വിവരമല്ല ഇന്നുള്ളതല്ല നാളെ, ഇത് കൂടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ അറിവിന്റെ സവിശേഷത, അവൻ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അറിവ് പ്രപഞ്ചത്തിന് അതീതമായതാണ്, കാലത്തിനും അതീതമായതാണ്. അവന്റെ അറിവിന് ഈ 3 കാലങ്ങളില്ല. അവന്റെ അറിവിന് ഈ 3 കാലങ്ങളില്ല. അവന്റെ അറിവ് വർദ്ധമാനവുമല്ല, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നില്ല. അത് എങ്ങനെയാണ് അറിവ് എന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ തലച്ചോറ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പടച്ചവൻ നൽകിയതാണ്. ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ള പടച്ചവന്റെ അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറിന് സാധ്യമല്ല എന്നതുപോലെ ആ പടച്ചവന്റെ അറിവിനെ കുറിച്ച് മനസ്സിലാക്കാനും അപഗ്രഥിക്കുവാനും ഈ തലച്ചോറ് കൊണ്ട് സാധ്യമല്ല. അത് നമ്മുടെ പരിമിതിയാണ്, അള്ളാഹുവിന്റെ പരിമിതിയല്ല. ആ അറിവിനെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ പരിഹാരമാകും. അള്ളാഹുവിന്റെ ഇൽമ് എന്നത് നേരത്തെ പറഞ്ഞ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അത് യാതൊന്നുമായും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിന്റെ അറിവ് നമ്മുടെ അറിവ് പോലെയല്ല. സംഗതികൾ വന്ന് ഭവിക്കുമ്പോൾ അത് അറിയുന്ന നമ്മളല്ല, സംഗതി സംഭവിക്കുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കുന്ന, സംഗതി കേൾക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുന്ന, സംഗതി സ്പർശിക്കുമ്പോൾ അത് സ്പർശിച്ച് മനസ്സിലാക്കുന്ന നമ്മളുടെ അറിവല്ല പടച്ചവന്റെ അറിവ്. പടച്ചവന്റെ അറിവ് എന്നും പൂർണ്ണമാണ്. പടച്ചവന്റെ അറിവിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല, ഒന്നും എടുത്തു മാറ്റപ്പെടുന്നില്ല. അവന്റെ അറിവ് ലത്തീഫും ഖബീറുമാണ്. ഈ അറിവിനെ
നമ്മുടെ തലച്ചോറിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ അപകടമുണ്ടാകും. അതാണ് എല്ലാ ഖദറിന്റെ വിഷയത്തിൽ ഉള്ള കുഴപ്പങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം. നമുക്ക് കാലത്തിൽ അധിഷ്ഠിതമായ അറിവേ അറിയൂ, എന്നാൽ അല്ലാഹുവിന്റെ അറിവല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പടച്ചവന് ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും കുറിച്ച് എന്നും അറിയും എന്നുള്ള അറിവാണ് ഖദറിന്റെ വിഷയത്തിൽ ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. ആ അല്ലാഹുവിന്റെ അറിവ് നമ്മുടെ അപഗ്രഥനത്തിന് വിധേയമല്ല എന്ന അറിവ്. നമ്മുടെ അപഗ്രഥനത്തിന് ആ അല്ലാഹുവിന്റെ അറിവ് വിധേയമല്ല എന്നുള്ള അറിവ്. ഇതാണ് ഇൽമു കൊണ്ട് ചുരുക്കത്തിൽ വിവക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം കിതാബത്താണ്, അഥവാ രേഖ. പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനുള്ളതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതവന്റെ അറിവിന്റെ ഭാഗമായതുപോലെ അവന്റെ സംരക്ഷിത രേഖയുടെയും ഭാഗമാണ്. കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ ഖുർആനെ കുറിച്ച് പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ ഫീ ലൗഹിൽ മഹ്ഫൂദ്. അത് ലൗഹുൽ മഹ്ഫൂദിലുള്ളതാണ്, സംരക്ഷിത രേഖ. ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൽ മഹ്ഫൂദ്. 55-ാമത്തെ അധ്യായം സൂറത്തുൽ ബുറൂജിലെ 21-22 വചനങ്ങൾ. ആ ഖുർആൻ സംരക്ഷിത രേഖയിൽ അഥവാ ലൗഹുൽ മഹ്ഫൂദിലുള്ളതാണ്. ആ ലൗഹുൽ മഹ്ഫൂദ് എന്താണ്? ഖുർആനിലെ പല വചനങ്ങളിലായി നമുക്ക് പറയപ്പെട്ടത് കാണാൻ കഴിയും. എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ രേഖ അല്ലാഹുവിന്റെ ഇൽമിൽ നിന്ന് ഉണ്ടായ രേഖയാണ്. അത് ഒരു ഹദീസിൽ വളരെ കൃത്യമായി സൂചിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് പേനയാണ്, കലം. എന്നിട്ട് പേനയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ എഴുതുക. അപ്പോൾ പേന ചോദിച്ചു, എന്താണ് എഴുതേണ്ടത്? അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഖദറാണ് എഴുതേണ്ടത്, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാം. അല്ലാഹുവിന്റെ അറിവ് അത് രേഖയാവുകയാണ്. അതും നമ്മുടെ നിരീക്ഷണത്തിനോ നമ്മുടെ അപഗ്രഥനത്തിനോ വിധേയമല്ലാത്തതാണ്. ഈ ലൗഹുൽ മഹ്ഫൂദിലുള്ള രേഖയെ പോലെ തന്നെ ഇത് മനുഷ്യന്റെ കാര്യത്തിൽ നമ്മുടേതായ രേഖയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സ്വഹീഹ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഗർഭകാലത്ത് ഒരു മലക്ക് വരും. ആ മലക്ക് മലക്കിനോട് ചില കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടും. ഇതൊരു രേഖയാണ്, അല്ലാഹുവിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖ. ഈ രേഖ രേഖപ്പെടുത്തപ്പെടുന്നത് തന്നെയാണ്. പക്ഷേ ആ രേഖ നമ്മുടെ അപഗ്രഥനത്തിന് വിധേയമല്ല, അല്ലാഹുവിന്റെ അറിവിനെ പോലെ തന്നെ. അല്ലാഹുവിന്റെ അറിവ് അത് നമ്മുടെ അപഗ്രഥനത്തിനോ നമ്മുടെ പിരിച്ചുള്ള പരിശോധനക്കോ വിധേയമാക്കാൻ സാധ്യമല്ലാത്തതുപോലെ ഈ രേഖയും അല്ലാഹുവിന്റെ അറിവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അപഗ്രഥനത്തിന് വിധേയമല്ല. ഈ രേഖ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. രേഖപ്രകാരം തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ന് ശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവവസ്തുവിലാണെങ്കിൽ കോശങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ജനിതക കോഡുകൾ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾക്കനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും എന്നാണ് ഇവർ പറയാ. പക്ഷെ ഏതായിരുന്നാലും ഈ രേഖയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാകാറുള്ളൊരു സംശയമുണ്ട്. ഈ രേഖയിലുള്ളത് കൊണ്ടല്ലേ ചിലർ തെറ്റുകാരാകുന്നത്? ഈ രേഖയിൽ ഉള്ളത് കൊണ്ടല്ലേ ചിലർ
നല്ലവരാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം, രേഖ അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ നമുക്ക് അപഗ്രഥിക്കുവാൻ സാധ്യമല്ലാത്തതാണ്. എന്നാൽ നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം, ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയത്തിൽ അത് വരുന്നുണ്ട്, ആ സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ നന്മയുള്ളവരും നമ്മെ തിന്മയുള്ളവരുമെല്ലാം ആക്കി തീർക്കുന്നത്. ഈ രേഖ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗമാണ്. നമ്മുടെ അപഗ്രഥനത്തിന് വിധേയമല്ല അത്. ആ രേഖപ്പെടുത്തിയത് കൊണ്ടല്ല, മറിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് രേഖയിൽ ഉണ്ടാകുന്നത്. നാം രേഖപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നതല്ല. ഇതെന്താ? സാധാരണയായി ഒരു ഉദാഹരണം പറയാറുണ്ട്. ഉദാഹരണങ്ങൾ അല്ലാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി കാര്യം പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രൊഫസർ, അദ്ദേഹത്തിന്റെ കുറെ കുട്ടികൾ, ആ കുട്ടികളെ അദ്ദേഹത്തിന് അറിയാം. ഒരു ഓട്ടോണമസ് കോളേജാണ്. ഇവരുമായുള്ള 4 വർഷത്തെ ജീവിതത്തിനുണ്ട്. അവരുടെ അക്കാദമിക നിലവാരം, അവരുടെ ജീവിതം, അവരുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞ ഒരു പ്രൊഫസർ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു രേഖ തയ്യാറാക്കി. ഇത്രയും കുട്ടികൾ ജയിക്കും, ഇത്രയും കുട്ടികൾ തോൽക്കും. ഈ രേഖ പ്രകാരം ഈ രേഖ ഇയാൾ മടക്കി സീല് ചെയ്ത് പ്രിൻസിപ്പളെ ഏൽപ്പിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഇദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞ എഴുതി വെച്ച ആളുകളെല്ലാം ജയിച്ചിരിക്കുന്നു. ഇദ്ദേഹം തോൽക്കുമെന്ന് എഴുതി വെച്ച ആളുകളെല്ലാം തോറ്റിരിക്കുന്നു. ഈ സമയത്ത് കുട്ടികളെ മുഴുവനും അദ്ദേഹം വിളിച്ചു വരുത്തി. എന്നിട്ട് പ്രിൻസിപ്പാളുടെ കയ്യിൽ നിന്ന് താൻ കൊടുത്ത സീല് ചെയ്ത ഇത് വാങ്ങി, കവർ വാങ്ങി പൊട്ടിച്ചിട്ട് കാണിച്ചു കൊടുത്തപ്പോ ഈ കുട്ടികളിൽ തോറ്റുപോയ കുട്ടികൾ പറയാന്ന് വിചാരിക്കുക, ഈ രേഖയിൽ നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ തോറ്റത്. അല്ല, ഇത് എഴുതി വെച്ചത് അദ്ദേഹത്തിന്റെ കഴിവാണ്, അറിവിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ പ്രൊഫസറുടെ അറിവുമായി താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ ഈ പ്രൊഫസർ കുട്ടികളെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയ്ക്ക് മുമ്പ് എഴുതിയത് അള്ളാഹുവിന്റെ അറിവ്, കാലങ്ങൾക്ക് അതീതമായ അറിവ്, നമുക്ക് അപഗ്രഥിക്കാൻ സാധ്യമല്ലാത്ത അറിവ്, അതിന്റെ പേരിലുള്ള രേഖ. ആ രേഖ തീർച്ചയായും നമ്മുടെ കർമ്മങ്ങൾ ആ രേഖ അനുസരിച്ചല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങൾക്ക് കാരണം ആ രേഖയല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങൾ അങ്ങനെയായിത്തീരുമെന്ന് അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗമായതുകൊണ്ട് ഉള്ള രേഖയാണത്. ഇതാണ് രേഖയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ അതിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരു തലത്തിലും അത് ബാധിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് കാര്യമെടുത്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേർക്ക് നേരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പരിശുദ്ധ ഖുർആനും ആവർത്തിച്ച് പറയുന്നതാണ്. ആ സ്വാതന്ത്ര്യത്തെ രേഖ നേർക്ക് നേരെ ആക്രമിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ രേഖ വസ്തുതയാണെന്നും അത് അള്ളാഹുവിന്റെ ഇൽമിനെ പോലെ തന്നെ നമ്മുടെ അപഗ്രഥനത്തെ വിധേയമല്ലെന്നും ആ രേഖ പ്രകാരമാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രം. മൂന്നാമത്തെ കാര്യം മശീഅത്ത് അല്ലെങ്കിൽ ഇറാദത്താണ്, അള്ളാഹുവിന്റെ ഉദ്ദേശം. അള്ളാഹുവിന്റെ ഉദ്ദേശം
അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നതെല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ്, ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിയുന്നവനാണ്. പടച്ച തമ്പുരാന് താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമേയുള്ളൂ. അപ്പോൾ അതുണ്ടാവും. അല്ലാഹുവിനെ ഇന്നമാ അംറുഹും ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. ഖുർആൻ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീനിലെ 82-ാമത്തെ വചനം, അവസാനത്തെ വചനത്തിന്റെ നേരെ മുമ്പ്. അള്ളാഹുവിന് ഒരു കാര്യം ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ, ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവുക എന്ന് നിർദ്ദേശിക്കേണ്ട കാര്യമേയുള്ളൂ, അതുണ്ടാകും. അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇതാണ് വിധിവിശ്വാസത്തിന്റെ 3-ാമത്തെ തലം. വിധിവിശ്വാസത്തിന്റെ ഖലാഖദറിലുള്ള വിശ്വാസത്തിന്റെ 3-ാമത്തെ തലം. പടച്ചവന്റെ ഉദ്ദേശത്തിന് വിധേയമായിട്ടല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല. ആ ഉദ്ദേശത്തിൽ പെട്ടത് തന്നെയാണ് മനുഷ്യർക്ക് പടച്ചവൻ നൽകിയ സ്വാതന്ത്ര്യം. ആ ഉദ്ദേശത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യത്തിന് പ്രതിഫലം പടച്ച തമ്പുരാൻ നിശ്ചയിച്ചത്. 99-ാമത്തെ അധ്യായം സൂറത്തുൽ സൽസലയിലെ 7-8 വചനങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. ഒരാൾ അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് കാണും, ഒരണുമണിത്തൂക്കം തിന്മ ഒരാൾ ചെയ്താൽ അയാളും അത് കാണും. അയാൾക്ക് ചെയ്യാൻ അയാളുടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ ഭാഗമാണെന്ന് അർത്ഥം. ആ ഉദ്ദേശത്തിന് അതീതമല്ല. ഇത് മനസ്സിലാക്കാതെ ആ സ്വാതന്ത്ര്യം പടച്ച തമ്പുരാന്റെ ഉദ്ദേശത്തിൽ നിന്ന് ഭിന്നമാണ് എന്ന് കരുതിയതാണ് ഈ രംഗത്തെ ഒരു തലത്തിലുള്ള അഭിപ്രായ അന്തരങ്ങൾക്ക് കാരണമായത്. ഈ ഖദരിയാക്കളും ജബരീയാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ഈ ഉദ്ദേശം അള്ളാഹുവിന്റെ ഉദ്ദേശം തന്നെയാണ്, അള്ളാഹുവിന്റെ ഇറാദത്തിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മശീഅത്തിന്റെ ഭാഗം തന്നെയാണ് മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം എന്നുള്ളത്. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ സ്വാതന്ത്ര്യം നൽകാതിരിക്കാമായിരുന്നു മനുഷ്യന് ഈ സ്വാതന്ത്ര്യം നൽകാതിരിക്കുവാൻ അള്ളാഹുവിന് കഴിയും. പക്ഷെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന കാര്യമാണ്. ലൗ ശാഅ റബ്ബുക്കും ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാവരും വിശ്വസികളാകുമായിരുന്നു. ഈ ഭൂമിയിലെ മുഴുവൻ ആളുകളും. സൂറത്ത് യൂനുസിലെ 10-ാമത്തെ അധ്യായം 99-ാമത്തെ വചനം. ഈ ഭൂമിയിലെ എല്ലാവരും വിശ്വാസികളാകുമായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. ആ ഉദ്ദേശം അള്ളാഹുവിനില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ജീവികളെ പോലെ ഏകദാനമായ രൂപത്തിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നൽകുക എന്നത് മനുഷ്യാസ്തിത്വത്തിന്റെ നേരത്തെ സൂചിപ്പിച്ച നബ്തലീഹി എന്ന് പറഞ്ഞല്ലോ, പരീക്ഷണം. മനുഷ്യന് പ്രത്യേകമായി പടച്ച തമ്പുരാൻ നൽകിയ പരീക്ഷണവും മനുഷ്യന് പ്രത്യേകമായി പടച്ച തമ്പുരാൻ നൽകിയ ഔന്നത്യത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെയാകുമായിരുന്നു. അപ്പൊ മനുഷ്യൻ ഇങ്ങനെയാകൂല. മനുഷ്യന് സെലക്ട് ചെയ്യാൻ കഴിയൂല എന്നർത്ഥം. എല്ലാ കാര്യത്തിലും സെലക്ട് ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ലെങ്കിൽ മനുഷ്യന്റെ പുരോഗതിയോ നാഗരികതയോ ഒന്നും ഉണ്ടാകൂല. അതേപോലെ തന്നെ അധപ്പതനമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകൂല. അതേസമയം പടച്ച തമ്പുരാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല.
എന്നാൽ മനുഷ്യർക്ക് നേരത്തെ പറഞ്ഞ നന്മ ചെയ്ത് ഉന്നതരാകുവാനും തിന്മ ചെയ്ത് അധമരാകുവാനുമുള്ള കഴിവും സ്വാതന്ത്ര്യവും മനുഷ്യർക്ക് തെരഞ്ഞെടുക്കുവാനുള്ള അവസരവുമെല്ലാം പടച്ച തമ്പുരാൻ നൽകിയത് അവന്റെ ഉദ്ദേശത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതേപോലെ തന്നെ ഒരാൾ നന്മ സ്വീകരിച്ചാൽ നന്മയിലൂടെ അവൻ നയിക്കുന്നു എന്നതും തിന്മ സ്വീകരിച്ചാൽ തിന്മയിലൂടെ തന്നെ നയിക്കപ്പെടുന്നു എന്നതും അള്ളാഹുവിന്റെ ഉദ്ദേശം തന്നെയാണ്. സ്വീകരിക്കുക എന്നതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. മനുഷ്യൻ ഹിദായത്തിലെത്തിയാൽ, പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന കാര്യം, ഹിദായത്ത് മനുഷ്യൻ സ്വീകരിക്കുന്നതാണ്. മനുഷ്യൻ ഹിദായത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഹിദായത്തിലൂടെ മനുഷ്യനെ നയിക്കുന്നത് പടച്ച തമ്പുരാനാണ്. അല്ലദീന യഹ്ദിയഹും സാദഹുമുൽ ഹുദാ. പരിശുദ്ധ ഖുർആൻ 47-ാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിലെ 17-ാമത്തെ വചനത്തിൽ പടച്ചവൻ പറയാം, ആരാണോ ഹിദായത്ത് സ്വീകരിച്ചത്, ആരാണോ മാർഗദർശനം സ്വീകരിച്ചത്, അവരുടെ മാർഗദർശനത്തെ അല്ലെങ്കിൽ മാർഗത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. പടച്ചവനാണ് നന്മയുടെ മാർഗത്തിലൂടെ നയിക്കുന്നതിൽ ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ വഴികാട്ടി. അള്ളാഹു ആ വിശ്വാസം സ്വീകരിക്കുകയും നന്മയുടെ മാർഗത്തിലൂടെ നടക്കുവാൻ നിശ്ചയിക്കുകയും ഏതെങ്കിലും രൂപത്തിലുള്ള മുൻധാരണകളോ അഹങ്കാരമോ ആഢ്യത്വമോ ഇക്കാര്യത്തിൽ മനുഷ്യന് മറയാകാതിരിക്കുകയും ചെയ്യുമെങ്കിൽ മനുഷ്യന് ആ രംഗത്ത് മാർഗദർശനം നൽകുവാൻ അള്ളാഹു സൗകര്യമൊരുക്കും എന്നർത്ഥം. ഇതേപോലെ തന്നെ വലാലത്തിന്റെ വിഷയവും നമുക്കറിയാമല്ലോ. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്, അതുകൊണ്ട് അള്ളാഹു ആ രോഗത്തെ വർദ്ധിപ്പിച്ചു. സൂറത്തുൽ ബഖറയിലെ 10-ാമത്തെ വചനം. അള്ളാഹു അവരുടെ ഹൃദയത്തിലുള്ള രോഗം, ആ രോഗം ഉണ്ടായത് അവരെ കൊണ്ടാണ്, അവരുടെ കാര്യമാണ്. എന്നാൽ അള്ളാഹു അത് വർദ്ധിപ്പിക്കുന്നു. ഈ വചനങ്ങളെല്ലാം പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് മശീഅത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചപ്പോൾ ഓരോന്നും വിശദീകരിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, അള്ളാഹുവിന്റെ ഉദ്ദേശം അതനുസരിച്ചാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം എങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടത് എന്ന കാര്യത്തിലുള്ള നിശ്ചയത്തെ പോലെ മനുഷ്യർ അവർക്ക് നൽകിയ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നന്മ സ്വീകരിക്കുന്നവരെ അള്ളാഹു നന്മയിലൂടെ നയിക്കുന്നു. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തിന്മയുടെ മാർഗം സ്വീകരിക്കുന്നവരെ അള്ളാഹു തിന്മയിലൂടെ നയിക്കുന്നു. ഈ നമ്മുടെ ഉദ്ദേശമുണ്ടല്ലോ, നമ്മൾ ഈ സ്വീകരിക്കുവാൻ ഉപയോഗിക്കുന്ന കഴിവ്, ഇതുപോലും ആത്യന്തികമായി അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞത്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. 81-ാമത്തെ അധ്യായം സൂറത്ത് തക്വീറിലെ അവസാനത്തെ വചനം, 29-ാമത്തെ വചനം. അവർ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് വിധേയമായിട്ടാണ് മനുഷ്യർക്കെല്ലാം ഉദ്ദേശിക്കാൻ കഴിയുന്നത്. മനുഷ്യർക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയത് അള്ളാഹുവാണ്. മനുഷ്യർക്ക് നന്മ സ്വീകരിക്കുവാൻ ആവശ്യമായ അവസരങ്ങൾ നൽകിയത് അള്ളാഹുവാണ്. മനുഷ്യർക്ക് നന്മയും തിന്മയും സ്വീകരിക്കുവാൻ ആവശ്യമായ കഴിവും തന്റെ ഇടവും ബുദ്ധിയുമെല്ലാം നൽകിയത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് വിധേയമാണ് മനുഷ്യരുടെ ഉദ്ദേശം എന്നർത്ഥം. നാലാമതായി നമ്മൾ മനസ്സിലാക്കി വന്നത് അള്ളാഹുവിന്റെ അറിവ്, രണ്ടാമത്തേത് അള്ളാഹു രേഖ,
മൂന്നാമത്തേത് പടച്ചവന്റെ ഉദ്ദേശം. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖൽഖാണ്, പടച്ചവന്റെ സൃഷ്ടിയാണ്. ഈ 4 കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വിധിവിശ്വാസത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി കഴിഞ്ഞു എന്നാണ് പണ്ഡിതന്മാർ പറയുക. ഖൽഖ് എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ് എന്നുള്ള വിവരമാണ്. അല്ലാഹു ഖാലിഖു കുല്ലു ഷൈഇ.